എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് വന്നതാണ്. കുറേ നേരം ഇവിടെ വന്നിട്ട് അല്ല ഇപ്പോഴേ ഈ വർക്ക്ഷോപ്പ് വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ട് കുറേ കാലമായി. അതെ, അതിൽ യാത്ര ചെയ്യുന്നില്ലല്ലോ. അതെ, അതുകൊണ്ടെന്നാൽ ഇന്നത്തെ വർക്ക്ഷോപ്പ് വീഡിയോ ആക്കിയാന്ന് വെച്ചു. പക്ഷേ രാവിലെ കുറച്ചുകൂടെ നേരത്തെ വരണ്ടായിരുന്നു. ഇപ്പോൾ 1 മണിയായി. രാവിലെ പോകേണ്ട വണ്ടിയൊക്കെ റോഡ് കയറ്റാനൊക്കെ പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലുള്ള വണ്ടി ഇത് PQ 63 അത് ചില്ലറ പണികളൊക്കെ ചെയ്യുക, ടയറൊക്കെ മാറാനൊക്കെ ഉള്ളതൊക്കെ മാറുക. അതേപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ട്രെയിലറും ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ അതെ, ഒരാളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഒരാൾ എന്ത് ചെയ്യും? ഒരാൾ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഇതേ അതെ, നമ്മുടെ ചായ് ബ്രോയുടെ വണ്ടി ഇവിടെ ഉണ്ട്. ലോഡൊക്കെ ഇറക്കിയിട്ട് വന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. അതെ, ഇതിന് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്യാനാണോ ഇത്? റൊട്ടി കഴിക്കുന്നവന് ഈ കിച്ചൻ്റെ ആവശ്യമുണ്ടോ? അതാ ഞാനിപ്പോൾ ആലോചിച്ചത്. അപ്പം വരട്ടോ, ചോദിക്കണമല്ലോ ഇത്. അവനിപ്പോൾ കിച്ചൺ ഇല്ലാതെ പോകാൻ പറ്റിയത്. ആണോ? അതുകൊണ്ട് ഇപ്പം ശബരിമലയ്ക്ക് പോയേക്കുക. രാജേഷും ചായയും കൂടെ ഉണ്ണിബ്രോയും കൂടെ ശബരിമലയ്ക്ക് പോയേക്കുക. ഇപ്പോൾ വരും, ഉടനെ വലിയ താമസിയാതെ വരും. അപ്പം കിച്ചൺ വേണം, അഞ്ഞ് ഞാൻ കിച്ചൺ പിടിപ്പിച്ചിട്ടേ പോകുന്നുള്ളതെന്നാണ് പറഞ്ഞത്. ആ, ഇങ്ങോട്ട് വരട്ടെ. ചോദിച്ചിട്ടേ ഉള്ളൂ. എത്ര നാൾ നമ്മളെ റൊട്ടി തിരിച്ചു. അവൻ കഞ്ഞി വെക്കാൻ മടി. അതിപ്പോൾ അവൻ കഞ്ഞി വെച്ച് കുടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൻ്റെ കിച്ചൺ പണിതുകൊണ്ടിരിക്കുക. കിച്ചൺ അന്ന് ഏകദേശം കുറച്ച് പണിത് വെച്ചേക്കായിരുന്നു. പിന്നെ അത് തീരുന്നതിന് മുമ്പ് പോയി. അപ്പോൾ ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പം ഇന്ന് വന്നു നാളെ കഴിഞ്ഞാൽ ലോഡ് കയറ്റണ്ടേ. അവനിനി പോകുമ്പോഴേ റൊട്ടിയാണോ വെക്കുന്നതെന്ന് എനിക്കൊന്ന് നോക്കണം. റൊട്ടിയാണോ ഉണ്ടാക്കുന്നത്, ചോറാണോ വെക്കുന്നതെന്ന്. ചപ്പാത്തിയോ റൊട്ടിയോ ഉണ്ടാക്കണേലും വേണമല്ലോ അടുക്കള. ശരിയാ. സൂര്യ പറയുന്ന പോലെ ട്രെയിനിൻ്റെ ബോഗിയാന്ന് തോന്നുന്നു. ഇത് ആദ്യം സൂര്യക്കെടുത്ത വണ്ടിയാണ് കേട്ടോ. അതെ. ഇത് എന്നിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഓഫീസിലോട്ട് വന്ന് കയറിയപ്പോഴത്തേന് ഇതാരുടെ വണ്ടിയായി കിടക്കുന്നത്? വണ്ടി കണ്ടിട്ട് അറിഞ്ഞില്ല ഇത് ആരുടെ വണ്ടിയാന്ന്. ഞങ്ങളുടെ കൂടെ സൂര്യ ഉണ്ട് കേട്ടോ. ഇന്ന് സൂര്യയാണ് ക്യാമറാവുമൺ. അളതെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ചോറുണ്ടോ? ഇല്ല, നമുക്ക് ഒന്നിച്ച് പോയിണ്ണ. സൂര്യക്ക് കറക്റ്റ് പോക്കോ കേട്ടോ. നമ്മുടെ തല മുട്ടും. ഇതിനടിയിൽ കയറി നിൽക്കാം. എന്റെ തല മുട്ടും, അത്രേ ഉള്ളൂ. അല്ല, സ്വന്തം വണ്ടി കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. വെളിയിലത്തെ വണ്ടി ഇവിടെ പണിയുന്നുണ്ടോ? ഇത് എപ്പോഴും കാണുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ വരുന്നല്ലോ. ഞങ്ങൾക്ക് മാത്രമേ കണ്ടുള്ളൂ. അന്നേരം ഞാൻ ഓർത്ത്, അങ്ങനെയാ ഓർത്ത്. ഇപ്പൊ 2 മാസം കൂടിയാ ഇവിടെ വന്നേ. വല്ലപ്പോഴൊക്കെ ഇതിലേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ട്രെയിലറിനൊക്കെ ലോഡ് കേരളത്തിൽ നിന്ന് ലോഡ് കുറവല്ലേ. അപ്പൊ ഇതാണ് ചായയുടെ കിച്ചൺ, അടുക്കള. നമ്മുടെ 66 കിച്ചൺ പോലെ തന്നെയാണല്ലോ. അതുപോലെ തന്നെയൊക്കെയാ പണിതേക്കുന്നത്. ഇത് ഷാനു പണിത. അത് പണിത ആളല്ല, ഇത് പണിത വേറെ ആള്. ഇത് ഷാനു ആണോ പണിത്? തുറന്നെങ്കിൽ ഇത് ഇച്ചിരി അങ്ങോട്ട് നീക്കി വെച്ചാലേ നടക്കത്തുള്ളൂ. ചേട്ടായി മറക്കി അങ്ങോട്ട്. വേണ്ട, അത് മാറുന്നില്ല. ഇത് തട്ടും, കുഴപ്പമില്ല. ഇത് നീ കയറ്റി പിടിപ്പിച്ചാൽ മതി. പണിയെല്ലാം തീർന്നിരിക്കുക, നേരത്തെ പണിതാ. പക്ഷെ ഇതിനകത്ത് ഇവിടെ തട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങനെയാണല്ലോ അല്ലേ. അതേപോലെ തന്നെ 66 അല്ലേ. അതേ സെയിം അടുക്കളയാ. ഇച്ചിരി വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അകത്ത് ഉള്ളിലേക്ക് ഇച്ചിരി അങ്ങോട്ട് തോന്നല്ലേ. ബാക്കിയൊക്കെ സെയിമോ. അപ്പുറം കുറേ വണ്ടി കിടപ്പുണ്ട്. 66 അപ്പുറയല്ലേ കിടക്കുന്നത്. നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. അതെ അതെ. യാർഡിൽ നമ്മുടെ 66 ഉൾപ്പെടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. എല്ലാവരും ലോഡൊക്കെ ഇറങ്ങിയിട്ട് വന്നാന്ന് തോന്നുന്നല്ലേ. ലോഡ് ഇറക്കി വന്നേക്കുന്നതും പോകേണ്ട വണ്ടികളൊക്കെയാണ്. 1-2 വണ്ടി മുമ്പേ പോയി. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതല്ലേ കഴിഞ്ഞ ദിവസം ആകാശ് പോയിട്ട് വന്ന വണ്ടി? ഇത് ആ വണ്ടിയല്ല. ഇത് ആ വണ്ടിയേ. ഇതിന് നമ്പർ എത്ര? ഇത് 86-56. മറ്റേത് 56-86. പിള്ളേരെ തമ്മിൽ മാറിപ്പോയല്ലോ. ഇതവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടി കയറ്റിയ വണ്ടിയായിരുന്നു. അന്നേരം ചായക്ക് അടുക്കള ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കി ഇവിടെ കൊണ്ടിട്ടതാ. ആണോ? ഞാൻ ഓർക്കും ഇതിനെ പണി മുഴുവൻ തീർക്കാതെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര ദിവസമായി കുട്ടി നമ്മൾ പോയിട്ട് അല്ലേ? എത്ര ദിവസം വല്ലതും ആയോ? പിന്നെ കുറേ ദിവസമായില്ലേ. ഞങ്ങളിപ്പോൾ പോയിട്ട് വന്നല്ലേ ഉള്ളൂ. അല്ല, ഞാൻ പോയിട്ട് കുറേ ദിവസമായില്ലേ. എൻ്റെ വണ്ടിയുടെ സൈഡിലെല്ലാം പൊളിച്ചു വെച്ചേക്കുന്നു. അവിടെ ഒരു ആ സൈഡ് ബോഡിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, അപ്പുറത്തെ സൈഡ്. അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ചാനൽ കയറ്റിയിട്ടില്ലേ അവിടെ? അതൊരെണ്ണം കയറ്റിയിട്ടാണ്. അത് അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. സൈഡ് ബോഡി ഈ സൈഡ് കുഴപ്പമില്ല, ആ സൈഡ് ചെറുതായിട്ട് സൈഡിലേക്ക് ചാഞ്ഞ് വരുന്നുണ്ട് ലോഡ് കയറുമ്പോഴേ. അത് ആ കട്ടത്തടി ചെറിയ പ്രശ്നമാണ്, അത് മാറുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബോംബെക്ക് പോയപ്പം മറ്റേ ചട്ടഞ്ഞാൽ ഇറക്കത്ത് വെച്ച് നമ്മളെ 87-ൻ്റെ പുറകെ വന്നൊരു ബസ് ഇടിച്ചല്ലോ. അതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഈ വണ്ടിയുടെ പുറകിലും അതേപോലെ വന്നൊരു ലോറി ഇടിച്ചു. ഇതുണ്ടോ?
പക്ഷേ അന്ന് ബസ് നേരെ പുറകെ വന്നിടിച്ചുകൊണ്ട് 87-ന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇത് ലോറി വന്നിടിച്ചേ, ഒരു 6 വീല് ലോറി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാ. നേരെ വന്ന് കയറ്റത്ത്, ചെറിയ കയറ്റമായിരുന്നു, കയറ്റത്ത് ഈ വണ്ടി പതുക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നേരെ പുറകിൽ നല്ല സ്പീഡിൽ വന്ന് ഈ സൈഡ് ഇങ്ങനെ ഇടിച്ചാൽ കയറി. ഈ സൈഡ് കൊണ്ട്, ഈ സൈഡ് വെളുപ്പിനെ. അപ്പം എന്നിട്ട് മറ്റേ വണ്ടിയുടെ ക്യാബിനെല്ലാം ഫുള്ള് പോയി. ആ ഡ്രൈവർക്കൊന്നും പറ്റിയില്ല, പക്ഷേ ആ വണ്ടിയുടെ ക്യാബിനും എല്ലാം പോയി. നമുക്ക് വന്നാൽ നല്ല പണിയുണ്ട്. ഇത് ചേസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇതിങ്ങനെ നോക്കുമ്പോൾ ചേസ് ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ട് ഇവിടെ 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 കൊണ്ട്. അപ്പോൾ അത് എന്നാ പറയാനാ, അപ്പനാ നമ്മൾ സഹിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഈ ചേസ് മാറണമെന്ന് തോന്നുന്നു. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. ഇത് മാറണം, ഇതിന് നല്ല ബെൻഡുണ്ട് അവിടെ, നോർക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കി അങ്ങോട്ടൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ അത്ര ശക്തിക്കുള്ള ഇടിയായിരുന്നു. അല്ല, ഇതുണ്ടോ ഇവിടെ നോക്കുമ്പോൾ ഈ ചേസിന് നല്ലൊരു വളമുണ്ട്, ഇവിടെ ഒരു ബെൻഡുണ്ട്. മെക്കാനിക്കലി വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ അതുകൊണ്ട് ക്ലെയിം ചെയ്യണം. ശരിക്കും നമ്മളെന്നാ ശ്രദ്ധിച്ച് പോയെന്ന് പറഞ്ഞാലും വേറെ വണ്ടി വന്നിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അത് പല കാര്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ഈ വണ്ടി പരിപാടിക്കകത്ത് ഇതൊക്കെ ഉള്ളതാണ്. എന്ത് വന്നാലും നമ്മൾ സഹിക്കുക നിവർത്തിയുള്ളൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇപ്പോൾ ഇത് ചെയ്യണേ തന്നെ ഇത് എത്ര ദിവസം വേണം? ഇനിയിപ്പോൾ ഈ ചേസിൻ്റെ ഒരു പീസ് വീണാൽ ഇത് മൊത്തം അഴിക്കണം. ഒരു മാസമെങ്കിലും, ഒരു മാസം കൊണ്ട് തന്നെ ആവുമെന്ന് അറിയത്തില്ല, ഒരു മാസമെങ്കിലും എടുക്കും പണി ചെയ്യണമെങ്കിൽ. പിന്നെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് പൈസ കയ്യിൽ നിന്ന് പോകുള്ളൂ. പക്ഷേ ഈ ഒരു മാസം വണ്ടി ഓടുകയില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വേറെ ഒരു സമാധാനം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ചിന്തിക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ, ഇത്രയല്ലേ പറ്റുള്ളൂ മാത്രം സമാധാനിക്കുക ഉള്ളൂ. ഇതിപ്പം കേരളത്തിൽ വെച്ചായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ഇനി വേറെ എവിടെയെങ്കിലും വന്നു വെച്ചു, വേറെ കേരളത്തിന് വെളിയിൽ വേറൊരു സ്റ്റേറ്റ് വെച്ചാണെങ്കിൽ സംഭവം നടക്കുമ്പോഴേ പോലീസ് വരും. പിന്നെ പോലീസ് വരുമ്പോഴേ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ പെർമിറ്റും ഒക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോകും, അതർ സ്റ്റേറ്റ് വണ്ടിയാണെന്ന് കാണുമ്പോഴേ. എന്നിട്ട് മറ്റേ വണ്ടിക്കാരന് പരാതിയൊന്നും കാണുകയില്ല. അപ്പോൾ ഈ വണ്ടി അതിൻ്റെ പുറകിൽ ഇടിച്ചെന്ന് വെച്ചു, ഈ വണ്ടി ആ സ്റ്റേറ്റിലോ വേറെ എവിടെ ഉള്ളതായിക്കോട്ടെ, നമ്മളും വേറെ ഉള്ളടത്ത്, ഇപ്പോൾ കർണാടകയിലോ മഹാരാഷ്ട്രയിലോ അല്ലെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് പോലീസ് അന്നേരം വരും. പോലീസ് വന്നിട്ട് രണ്ടുപേരെയും പെർമിറ്റ് മേടിച്ചുകൊണ്ട് പോകും. ഈ വണ്ടിക്കാരൻ്റെ തെറ്റായിരിക്കും, ആ വണ്ടി മുന്നേ പോയായിരിക്കും, പുറകെ വന്ന് ഇടിച്ചായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടുപേരെയും പെർമിറ്റ് മേടിച്ചുകൊണ്ട് പോയി. അപ്പം രണ്ട് വണ്ടിക്കാർക്കും പ്രശ്നമൊന്നും ഇല്ല. പോലീസുകാരോട് പറയാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല, ഞങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞാൽ വിടത്തില്ല, വരാൻ പറയും. കുറച്ച് ചടങ്ങുകളുണ്ട് ഇവിടെ, അതൊക്കെ തീർത്തിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയും. അപ്പം ഇപ്പോൾ ആ വണ്ടിക്കാരനോട് പറയും, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, എത്ര രൂപ തരാൻ പറ്റും? അത് ഓരോ സ്ഥലത്തും ആൾക്കാരെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള പൈസ ചോദിക്കും. രണ്ട് വണ്ടിക്കാരും പൈസ കൊടുക്കണം. രണ്ട് പേരുടെ കയ്യിൽ നിന്നും പോലീസ് പൈസ മേടിച്ചിട്ടേ വിടാതുള്ളൂ. എന്ന് പറഞ്ഞാൽ കാരണം എന്നാന്ന് വെച്ചാൽ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചു. ഇതാണ് അതിന് വന്നാൽ ഇത്രേ വരത്തുള്ളൂ. പക്ഷേ ഇതവിടുന്ന് പോണ പൈസ കൊടുക്കണം. ഓർക്കുന്നുണ്ടോ, നമ്മളന്ന് ജാർഖണ്ഡിൽ വെച്ചാണ് ഒരു മഹാരാഷ്ട്ര വണ്ടിക്കാരനെ നമ്മൾ കണ്ടോ, അപ്പോൾ വണ്ടി പീസാക്കി വേറൊരു വണ്ടിയെ കയറ്റിക്കൊണ്ടിരുന്നത്, ട്രെയിലറിന് കയറ്റുന്ന ഓർക്കുന്നുണ്ടോ? അന്നേരം ആ വണ്ടിയുടെ ഓണർ പയ്യൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? 50,000 രൂപ അന്ന് പുള്ളിയോട്. എന്ന് വെച്ചാൽ അപ്പോൾ വണ്ടി ഫുള്ള് പോയി, ഓടിച്ചോണ്ടൊന്നും വരത്തില്ല. വേറൊരു ട്രെയിലർ പിടിച്ച് അതേ ക്രെയിന് കയറ്റി കൊണ്ടുവരിക വണ്ടി. അവിടെ പോലീസുകാർ പുള്ളിയോട് മേടിച്ച പൈസ 50,000 രൂപ മേടിച്ചത്. ഇതൊക്കെയാണ് ലോറി ലൈഫിലുള്ള ഓരോരോ കാര്യങ്ങളാണിത്. അപ്പം നമ്മളത് അപ്പോൾ അവിടെ വെളിയിൽ നിന്ന് വന്ന ഒരാളാണ് എങ്ങനെയും ജീവനം കൊണ്ട് പോരാനേ നോക്കുകയുള്ളൂ. പിന്നെ ഇങ്ങനെ അപകടമായി പറ്റി കിടക്കുന്ന വണ്ടിയെന്നൊക്കെ ടയറും പല സാധനങ്ങളും മോഷണവും പോകും. പക്ഷേ ആ കാര്യത്തിലൊക്കെ കേരളത്തിൽ ഒരുപാട് മെച്ചം കേട്ടോ. കേരളത്തിലൊന്നും ഉദ്യോഗസ്ഥന്മാരൊന്നും അങ്ങനെ പൈസയൊന്നും മേടിക്കില്ല, പോലീസുകാരാണല്ലോ ഒന്നും മേടിക്കത്തൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ, നാട്ടുകാരാണേലും എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുകയുള്ളൂ. മറ്റങ്ങനല്ല. ഇനി വണ്ടിയിലുള്ള ലോഡുണ്ടോ, ആ ലോഡ് ചിലപ്പോൾ മോഷണം പോകാം. ഇനി വണ്ടിയുടെ സാധനങ്ങൾ, ബാറ്ററി, ടയർ, ഡീസൽ എന്ന് വേണ്ട എന്ത് സാധനങ്ങളും അവിടെ മോഷണം പോകും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ ബോംബെക്ക് പോയപ്പോഴേ നമ്മുടെ വണ്ടിയുടെ പുറകിൽ 87-ൻ്റെ പുറകിൽ ഒരു ബസ് വന്നിടിച്ചില്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു. അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധം, ആ അപകടത്തിനെ കുറിച്ച് ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ ഇവിടെ ഈ ഡ്രൈവർ ക്യാബിനിൽ നമ്മുടെ വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് മലപ്പുറം കോടതിയുടെ ഒരു ഓർഡർ വന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വാർത്ത ഈ നവംബർ 22-ാം തീയതി മലയാള മനോരമ വന്ന ഒരു വാർത്തയാണ്. ഞാനൊന്ന് വായിക്കാം. ആരുത് വാ ഞങ്ങൾ
ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്യാമറ വുമൺ. ഞാണ്ട് മലയ്ക്ക് പോയതിൻ്റെ ക്ഷീണം മാറിയില്ലല്ലേ? ആണോ? നടക്കാൻ വലിയ പാടായിരുന്നാണല്ലോ അറിയാൻ സാധിച്ചത്. അതെന്നാന്നറിയോ, നമ്മളവിടെ ബലം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ആ, അതൊക്കെ അങ്ങ് പോയാൽ മതിയല്ലോ അല്ലേ? ധൃതി വെച്ച് പോയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. എന്നാ വിഷയം? വിഷയം ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നാന്ന് വെച്ചാലേ കഴിഞ്ഞ ദിവസം ഒരു കോടതിയുടെ ഒരു ഇത് വന്നില്ലേ, അപ്പോൾ അതിനകത്ത് നമ്മളെക്കുറിച്ച് പരാമർശിച്ച ഒരു വാർത്ത അതാ. അപ്പം ഇതാ, ഡ്രൈവർ ക്യാബിനിലെ വ്ളോഗ് കർശന നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി. അപ്പം അത് നവംബർ 22-ാം തീയതി മനോരമയുടെ കൊച്ചിയിലെ ഒരു വാർത്തയത്. അപ്പോൾ അതിനകത്ത് ഡ്രൈവർ ക്യാബിനിൽ വീഡിയോ ചിത്രീകരിച്ച് അലക്ഷ്യമായി പോകുന്ന ചരക്ക് ലോറിക്ക് പിന്നിൽ യാത്രാ ബസ്സും മറ്റൊരു ലോറിയും ഇടിച്ച് അപകടം ഉണ്ടാകുന്ന ദൃശ്യം വീഡിയോയിലുണ്ടായിരുന്നു. അത് നമ്മുടെ വീഡിയോയിൽ കാസർഗോഡ്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയിലുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ശരിക്കും ഇവർ ഈ എഴുതിയേക്കുന്ന നമ്മൾ ആ അപകടം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 25 ടണ്ണും കൊണ്ട് പോകുന്ന ഒരു 12 വീലുള്ള ലോറിയാണ്. അതൊരു 3rd ഗിയറിൽ പതുക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഇറങ്ങി തീരുന്നേ ഉള്ളൂ. ഒരു വഴി പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു 30 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. ഞാനത് പറയാൻ കാരണം എന്നാ അറിയോ, നമ്മൾ തിരിച്ചു വന്ന വീഡിയോയ്ക്കകത്ത് നമ്മൾ അവിടെ വന്നപ്പോൾ ആ സ്ഥലം കാണിക്കുന്നുണ്ട്. അപ്പം ഇത് അന്നേരം പുറകിൽ നിന്ന് ഒരു മീൻ വണ്ടി ബ്രേക്ക് പോയോ എന്തോ കൺട്രോൾ വിട്ട് വന്ന് ബസ്സിൻ്റെ ഇടിച്ച് ബസ് പറന്നു വന്ന് നമ്മുടെ പുറകിൽ ഇടിക്കുക ചെയ്തത്. അങ്ങനെയാണ് അവിടെ ആ സംഭവം ഉണ്ടായത്. ഇത് ആ വീഡിയോയ്ക്കകത്തുകൊണ്ട് ഞാൻ ആ ചുറ്റുവട്ടം എടുത്ത് നല്ലപോലെ ആ വീഡിയോ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇപ്പം മനോരമയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു. അത് തികച്ചും തെറ്റായ ഒരു വാർത്തയാണ്. ശരിക്കും സംഭവം എന്നാണെന്നറിയോ, ഇത് മനസ്സിലാക്കാതെ ഇടുന്നതല്ല. ഇതെന്നാ വെച്ചാൽ ഇപ്പം വാർത്തകളിൽ മുഴുവൻ വേണ്ടത് എന്നാണെന്നറിയോ, ഈ മത്സരബുദ്ധി മുറിയത് കൊണ്ട് സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് ഇട്ടാലേ ആൾക്കാർ വായിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. പക്ഷേ അതിനകത്ത് നമ്മളെ ബലിയാടാക്കുന്നത് വളരെ മോശമാണ്. അതിനകത്ത് ഇവർ കാണിക്കുന്ന ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഈ വാർത്ത. അപ്പം ഇനി അതല്ല മനോരമ ഇപ്പം ആ വാർത്ത അല്ല ഇട്ട നമ്മളെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നതെങ്കിൽ അത് പിന്നെ ഏത് ആക്സിഡൻ്റ് ആണെന്നുള്ള ഇവർ വ്യക്തമാക്കണം. നമ്മളൊക്കെ നവംബർ 6-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ചട്ടഞ്ചാല ഇറക്കത്ത് ഉണ്ടായ ഒരു അപകടമാണ് അത്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇവരിത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്തിട്ടിട്ട് അപ്പോൾ അതുകൂടെ കൂട്ടി അതൊക്കെ നോക്കിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ആ ആക്സിഡൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ അവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് അതിന് കറക്റ്റായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയത്. അതേസമയം ഇതില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനൊരു ഇത് കിട്ടുന്നത്? ഡാഷ് ക്യാം വേണമെന്ന് ആരാ പറഞ്ഞത്? കോടതിയല്ലേ പറഞ്ഞത്? എല്ലാ വണ്ടികളിലും ഡാഷ് ക്യാം നിർബന്ധമാക്കി, ബസ്സിനകത്ത് ക്യാമറ നിർബന്ധമാക്കി. അതൊക്കെ എന്തിനാ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ. പലയിടത്തും ഞങ്ങൾ അതൊന്നുമല്ല, ആ ഗാന്ധിധാം പോയ ട്രിപ്പ് ആ എല്ലാപ്പൂരും വെച്ച് ഒരു അപകടം കണ്ടു. അത് വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള അപകടങ്ങൾ കിട്ടുന്നതും. പക്ഷെ അതെല്ലാം ഒന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുന്ന സാധനമല്ല. അതുപോലെ എൻ്റെ ഇത്രയും വർഷത്തെ ഈ ഞാൻ യാത്ര ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ അങ്ങനത്തെ അപകടം കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏകദേശം 16-18 പേരന്ന് മരിച്ചു. അപ്പം ആൾക്കാർ ലോറി മറിഞ്ഞ് അതിനടിയിൽ കിടക്കുക ആൾക്കാർ. ഒന്നും ചെയ്യാൻ നമ്മൾ നിസ്സാരമായി നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ ഫുള്ള് വീഡിയോ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല, നമ്മളതിലുണ്ടത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ആസാമി വെച്ചിട്ട് അന്ന് ഗുണ്ടകളെ വന്ന് പിരിവ് ചോദിച്ചു. അതൊക്കെ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിട്ട് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റി, അവരെ എടുക്കാൻ പറ്റി. ഇപ്പോൾ ക്യാബിൻ്റെ അകത്തിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സംഭവം എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് തന്നെയല്ല, ഈ ഡാഷ് ക്യാമിനും ചില പരിമിതികളുണ്ട്. ഇതുപോലെ ഈ ഗുണ്ടകളൊക്കെ കയറി വന്ന്, ഇപ്പം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ രാത്രി സഞ്ചരിക്കുന്നവരാ. ഈ ഗുണ്ടകളൊക്കെ കയറി വന്ന ഡാഷ് ക്യാമിലൊന്നും അതൊന്നും വരണം നിർബന്ധമില്ല. കാരണം സൈഡിൽ കൂടെ അവർ കയറി വരുന്നത്. അതുമല്ല, വരുന്ന ഈ ഏത് സമയം എങ്ങനെയാ എവിടുന്നാ വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ലോറിയെ സംബന്ധിച്ച് ഇതാൽ നല്ല വില ഉള്ള സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും കൊണ്ടുപോകുന്നത്. എപ്പോഴും അല്ല, എന്നാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയും ഇതെല്ലാം, ഇതിൻ്റെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ വരുന്നവർക്കൊരു ചെറിയൊരു പേടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം വീഡിയോ എടുത്തോണ്ട് തന്നെ അവർ പറഞ്ഞു വീഡിയോ എടുക്കല്ലെന്ന് പറയാം. വീഡിയോ എടുക്കുന്നെന്ന് കാണുമ്പോൾ കള്ളന്മാർ വന്നാലും അവർ പുറകോട്ട് വലിയ. അതെ, അവർ പുറകോട്ട് വലിയ. അങ്ങനെ ഒരു കാര്യം ഈ ലോറിയെ സംബന്ധിച്ചുണ്ട്. അത് ഓൾ ഇന്ത്യ പെർമിറ്റ് ലോറിയെ സംബന്ധിച്ച് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്നാണെന്നറിയോ? വഴി വരുന്ന എന്നാ പറയുന്നത്, ചില കൈക്കൂലി അങ്ങനത്തെ സംഗതികൾക്കൊക്കെ ഇത് ഗുണകരമാണ്. കൈക്കൂലി മേടിക്കാൻ നിൽക്കുന്ന പോലീസുകാർക്കും RTOയ്ക്കും ഒക്കെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ അടുത്തേക്ക് വരികയല്ല. അല്ലെങ്കിൽ വന്ന് ഡ്രൈവർമാർക്കിട്ട് അടിക്കുക എന്ന് വേണ്ട ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, കേരളത്തിന് വെളിയിലുള്ള കാര്യമാണ് പറയുന്നത്. അത് ഭയങ്കര ശല്യമാണ്. അടിക്കാതെ വടി കൊണ്ട് വരിക, അടിക്കുക ഉണ്ടായിസാണ്.
അപ്പോൾ അതൊക്കെ നമുക്ക് ക്യാമറ ഉണ്ടെങ്കിൽ പറ്റും. അത് തന്നെയല്ല, ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരു വ്ളോഗറാണെന്ന് പറഞ്ഞാലും അധികം പെട്ടെന്ന് വണ്ടിയുടെ അടുത്തേക്ക് വരില്ല. എങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ അവരൊക്കെ ഒരു എന്നു വെച്ചാൽ അവർ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അവർ കൈക്കൂലി മേടിക്കാനല്ല, പിടിച്ച നേരത്തേക്ക് ഉണ്ടാപ്പി രൂപ പോലെ മേടിക്കില്ലേ പൈസ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് പറ്റത്തുള്ളൂ. വാർത്തകൾ ഇത് വന്നെന്ന് ഓർത്തുകൊണ്ട് ഒരു ഇതാക്കണ്ട, കാരണം അവരുടെ സ്വഭാവം അതാ. ഞാൻ ചോദിച്ചോട്ടെ, നിസ്സാര ഒരു കേസ് പറയാം. പണ്ട് ദൂരദർശനി വൈകുന്നേരം വാർത്ത വന്നുകൊണ്ടിരുന്നപ്പോൾ എന്ത് മാന്യമായ വാർത്തയായിരുന്നു. ഇപ്പം വൈകുന്നേരത്തെ വാർത്ത വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ BP കൂടി നമ്മുടെ ഞരമ്പ് കൂട്ടി. അതുകൊണ്ട് വാർത്ത കാണാൻ തോന്നുകയല്ല. തോന്നത്തില്ല, ഞാൻ കാണാറില്ല. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ട് അതങ്ങ് ഹൈലൈറ്റ് ചെയ്ത് ചുമ്മാ പറയാ. പക്ഷെ അതിനകത്ത് പറയത്തുമില്ല. ഇല്ല, ചില വാർത്തകൾ അതിലും ഇതുള്ള കൊടുക്കേണ്ട തൊട്ട് കൊടുക്കത്തുമില്ല. ഇപ്പം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അർജുന്റെ ആ കേസ് കേട്ട് വന്നപ്പോൾ ആവശ്യമില്ലാതെ മാധ്യമങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അതിനകത്ത്. അതേപോലെ തന്നെ വേറെ കാര്യം, ഇപ്പം ഡ്രൈവർ ക്യാമറിൽ വ്ളോഗ് ചിത്രീകരിക്കുന്ന കാര്യം. പക്ഷേ ഇപ്പം നമ്മൾ വളരെ മാന്യമായും എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു കാര്യം, നമ്മുടെ വണ്ടി പോകുന്ന ഒരു സ്പീഡെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 35-45. ഇനി ഏറ്റവും നല്ല വഴിയാണ് ഒരു 50-55 മുകളിൽ സ്പീഡിൽ പോവുകയല്ല. പിന്നെ ഹൈവേകളിൽ 55-ലൊക്കെ പോയി. ഇപ്പോൾ കേരളത്തിൽ ഓടുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. നടന്നു പോകുന്ന സ്പീഡിലാണ് പോകുന്നത്. പിന്നെ ഇപ്പം വഴി നന്നായിടത്ത് മാത്രമേ ഇച്ചിരി സ്പീഡിൽ പോവുള്ളൂ. പിന്നെ അങ്ങനെ പോകുമ്പം ശരിക്കും പറഞ്ഞാൽ നേരെ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് നോർമൽ സംസാരിക്കുന്ന പോലുള്ളൊരു സംസാരമാണ് സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ക്യാമറ ചിലപ്പം ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. ഫിക്സ് ചെയ്തേക്കുന്ന അതിൽ ഫോണെല്ലാം വെക്കാം. അങ്ങനെ വെച്ച് ഒക്കെയാണ് എടുക്കുന്നത് കൂടുതലും. പിന്നെ ഓടിക്കുന്ന ആൾ ഫുൾ ടൈം ഇരുന്ന് ഓടിക്കാറില്ല. ഇത് കുറച്ച് നേരം അതുപോലെ ശ്രദ്ധിച്ച് മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാട്ടിലും വളരെ ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം. അതല്ല, ഞാൻ ഇവളോട് എന്നൊരു ചിലയിടത്തൊക്കെ തിരിയേണ്ടതൊക്കെ പതുക്കെയൊക്കെ നിൽക്കുമ്പോൾ പറയും, ഞാൻ പറയും പെട്ടെന്ന് പോട്ടെന്ന് പറയുമ്പോൾ പറയും ഞങ്ങൾ ഇച്ചിരി പതുക്കെ പോകുള്ളൂ സ്ത്രീകളെന്ന് പറയുന്നത്. ഇപ്പം രാവിലെയും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടിരിക്കുക. അത് തന്നെയല്ല, നിങ്ങൾക്കുള്ള വേറൊരു പ്രത്യേകത തന്നെ അറിയോ? ഡ്രൈവറോ കോ ഡ്രൈവറോ എല്ലാം പോകുന്നുണ്ടല്ലോ. അതുകൂടാതെ അഡീഷണൽ ഒരു ക്യാമറാമാൻ. അതുകൊണ്ട് ഒരാളും കൂടെ 3 പേരാണ് വന്നത്. 3 പേരും വണ്ടി ഓടിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അശ്രദ്ധക്കുറവൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരത്തുമില്ല ഇനി വരെ. അതുപോലെ മുമ്പേ പറഞ്ഞപ്പോഴാണ് നമ്മൾ വന്ന ബംഗാളിൽ വെച്ച് സൈഡിൽ വന്ന ഒരു വണ്ടിക്കാരൻ തട്ടി. അന്നേരം വീഡിയോ എടുത്തോണ്ടിരുന്നോണ്ട് ആ ക്ലിപ്പ് നമുക്ക് കിട്ടിയേ, അല്ലെ കിട്ടുമോ ഒന്നുമില്ല. സൈഡ് പോയെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുമല്ല വഴിയിലൊക്കെ ചിലപ്പം അപകടങ്ങളിൽ ഇപ്പോൾ ട്രെയിലറൊക്കെ കയറി മനുഷ്യൻ്റെ ശരീരത്തൂടെ കയറി പോകുന്ന നമ്മൾ കണ്ട ഒരുപാട് അപകടങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോ എടുക്കുന്നത് കേരളത്തിൽ അത്രയും പ്രശ്നമില്ല. വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനൊക്കെ ചെല്ലുമ്പോൾ അവരുടെ നാട്ടുകാരുടെ സൈഡേ ആദ്യം നിൽക്കത്തുള്ളൂ. നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർക്ക് ഒത്തിരി മാറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പോൾ അതുപോലെ ഒരുപാട് അപകടങ്ങൾ ഇങ്ങനെ വഴി കാണുകയും ലൈവായിട്ട് കാണുകയും. ഒരു പ്രാവശ്യം വേറൊരു വണ്ടിയുടെ പുറകിൽ ട്രെയിലർ അടിച്ചിട്ടുണ്ടോ, ഡ്രൈവറെ എടുക്കാൻ വയ്യാതെ ഡ്രൈവറെ ഇറക്കി താഴേക്ക് ഇങ്ങനെ ജാമായിട്ടിരിക്കുക ഷെയറിങ്ങിനിടെ. എന്നിട്ട് രാജസ്ഥാനി വെച്ച് നമ്മുടെ വണ്ടിയിൽ നിന്ന് ലിവറും കൂടെ എടുത്തുകൊണ്ട് പിഴിച്ച് അകത്തേക്ക് ഈ ആളെ എടുത്ത്. അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും ചാനലിലൊന്നും ഇട്ടിട്ടില്ല. വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, കുറച്ചുണ്ട്, പക്ഷേ അത് കൂടുതലൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഇതൊന്നും ഇടാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മൾ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വഴിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഞങ്ങൾ വണ്ടിയെ പോകുമ്പോൾ ഒന്നും ഇല്ല. അതല്ല, ഒരു കള്ളന്മാര് വണ്ടിയെ വന്ന് കയറാൻ നോക്കിയാലും ഇപ്പൊ ഈ ക്യാമറ ഉള്ളതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇതിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മാന്യമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പോലും ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അത് ഇതിനകത്ത് പല കാര്യങ്ങളും എന്നാ പറയുന്നത്, ഈ അത് വേറൊന്നുമല്ല. എന്നാ വെച്ചാൽ എങ്ങനെയെങ്കിലും എന്നാ പറയുന്നത്, ഒരു വാർത്ത എങ്ങനെയെങ്കിലും വെച്ച് അവരുടെ ആ ഒരു ബിസിനസ് കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ സത്യാവസ്ഥയെ പറ്റി ചിന്തിക്കുന്നില്ല. അല്ല ഇപ്പൊ ഒരു പത്രം ഉണ്ട്, എന്തും എഴുതാം. അതെ, അതന്നെയല്ലേ. ഇപ്പം ഈ ഡ്രൈവർമാരാണേലും പലരും ഇപ്പം നമ്മൾ നിയമപരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. അതിനകത്ത് നിയമപരമായിട്ട് അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ റീലെടുത്ത് ഇടുകയും കൂടെ ചെയ്യുക. അതാണ് ഇതിനകത്തെ പ്രശ്നം. അത് കോടതി കണ്ടതിനകത്ത് നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റില്ല. കാറിൽ പോകുന്ന ഒരാളെ കാണുമ്പം ലോറി ഭയങ്കര സ്പീഡിലാണ് പോകുന്നവർക്ക് ഒരിക്കലും അത്രയും സ്പീഡിലല്ല ലോറി പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി, ചെറുവണ്ടികൾ 6 വീൽ വണ്ടികളൊക്കെ ഇപ്പം പൈനാപ്പിളോ അങ്ങനെ കൊണ്ടുവരുന്നവർ ഇതിൽ സ്പീഡിൽ പോകുന്നവരുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ 25 ടണ്ണാണ് ലോഡ് ഇരിക്കുന്നത്. അത് വെച്ചിട്ട് എങ്ങനെ പറന്നു പോകും? വണ്ടി വലിക്കണ്ടേ? ഇത് കുഴപ്പമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ, ഈ ടൂറിസ്റ്റ് ബസ് അതുപോലത്തെ വണ്ടികളിൽ പോയി ഡ്രൈവർമാർ നിരുത്തരവാദപരമായിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഉത്തരവാദിത്വ ബോധം ഉള്ളതിനെയും കൂടെ അത് ബാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു പല കാര്യങ്ങളിലും. അതിപ്പം എയറോണിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ പറയാം. ഇപ്പോൾ എയറോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇലക്ട്രിക് ഓണേ വണ്ടിയെ പറ്റുള്ളൂ. നമ്മുടെ എല്ലാ വണ്ടിയിലും ഇലക്ട്രിക് ഓണേ ഉള്ളൂ, എയർ ഓൺ ഇല്ല. കഴിഞ്ഞ ദിവസം ബോംബെയിൽ ഈ വണ്ടി
പിടിച്ചു. ഈ വണ്ടി പിടിച്ചപ്പോൾ ഇതേ റൂട്ട്സിൻ്റെ 2 ഓണാണ് ഇരിക്കുന്നത്, അതും വയ്ക്കാൻ പാടില്ല. അവനെന്നാ ചെയ്യും? ആ നിയമപരമായിട്ട് പറഞ്ഞാൽ കമ്പനി വരുന്ന ചെറിയ കീക്കിന്ന് അടിക്കുന്ന ആ ഓണേ വെക്കാൻ പാടുള്ളൂ. അതടിക്കുമ്പോൾ ഓർക്കും വല്ല ബൈക്കുകാരനാണ് പറയാൻ വരുന്നത്, ലോറി എന്നെങ്ങനെ അറിയാം. അപ്പം പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു ഓൺ 2 ഇതിനടി കയറി അവർ അഴിച്ചെടുത്തു, 5000 രൂപ ഫൈനാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് അഴിച്ച് മേടിച്ച് പോലീസുകാർ അവിടെ കൊണ്ട് വെച്ചേക്കുക, 5000 രൂപ ഫൈൻ. ഇങ്ങനെ നിന്ന് ലാസ്റ്റ് ഡ്രൈവർമാരോട് പറഞ്ഞു ഒരു 1500 രൂപ തന്നേരെ ഓണം എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം ഫൈനൊന്നും വേണ്ട, 1500 രൂപ 1500 രൂപ പൈസ മേടിച്ചിട്ട് ഓണം തിരിച്ചു കൊടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. ഈ നിയമം എല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നത് കേരളത്തിൽ കുറച്ച് പേർക്ക്, കേരളത്തിലൊഴികെ ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം, അത്രേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അത് പറയാൻ പറ്റില്ല കേട്ടോ, കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല. അതിപ്പം MVD ആണെങ്കിലും അതെ, പോലീസ് ആണെങ്കിലും അതെ, അങ്ങനെയുള്ള ഇതില്ല. ബാക്കിയുള്ളിടത്തെല്ലാം ഇതാ സംഭവം. ഇപ്പം പൂനെയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു ഹൈവേയിൽ ആ ടണൽ, പുതിയ ടണലുണ്ട്, ടണൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നിടത്ത് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞ ദിവസം. ഒരു ലോറി ഭയങ്കര സ്പീഡ്, അത് നല്ല സ്ലോപ്പ് ഇറക്കമാണ്. അപ്പം ആ ടണൽ വരെ ഇങ്ങനെ കയറ്റം കയറി വന്നിട്ട് ഇങ്ങനെ ടണലങ്ങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ലോപ്പ് ഇറക്കുക, കുറേ ദൂരം, ഒരു 5-6 കിലോമീറ്റർ ഇങ്ങനെ ഇറക്കുക. ചെറിയ ഷേപ്പൂർ ഇപ്പുറത്തെ കാത്രയിന് വലിയ മലയില്ലേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ്. അപ്പോൾ അങ്ങനെ ആ സ്ലോപ്പിൽ വണ്ടി ഇങ്ങനെ നല്ല ഒരുവിധം സ്പീഡിൽ ലോറികളൊക്കെ വരും. അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു വണ്ടി ലോറി ഭയങ്കര സ്പീഡിൽ വന്ന് ഒരു കാറിനിട്ട് ഇടിച്ച്, കാറ് ഇതായിരുന്നു CNG എങ്ങാണ്ടായിരുന്നു, കാറ് മുന്നേ പോയ വണ്ടിക്ക് എടുത്ത് 4-5 വണ്ടികൾ തമ്മിലിടിച്ച് 8 പേര് മരിച്ചു. 8 പേര് മരിച്ചേ. അപ്പം അതിനുശേഷം എന്ത് ചെയ്യുന്നറിയോ, അവിടുന്ന് ആ ടോള് വരെ വരുന്നിടം 30 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ലോറി വന്നിട്ടുണ്ടെങ്കിൽ 5000 രൂപ ഫൈനാണ്. അവിടെ ബോർഡും ഒരു സംഭവം ഇല്ല. പിന്നെ എങ്ങനെ ഇതറിയുന്നത്? OTP ഇങ്ങനെ മെസ്സേജ് വരും, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാം 5000 രൂപ ഫൈൻ. ഈ 30,000 ഇത്രയും നാഷണൽ ഹൈവേ ആയത് ഡ്രൈവർമാരെങ്ങനെ അറിയും? അല്ലെങ്കിൽ അവിടെ എന്നേലും സ്പീഡ് ലിമിറ്റ് ചെയ്യാണല്ലോ, അത് വലുതായിട്ട് ബോർഡ് എഴുതി വെക്കണം. ഇതിപ്പോൾ ഈയിടെ ഉണ്ടായ സംഭവമാണ്, 5000 രൂപ ഫൈന്. എന്ത് ഫൈനാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതെന്ന് അറിയാം ലോറിക്ക്. ഇത് ലൈൻ മാറിയാൽ ഫൈന്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. അതിനെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ പോലീസുകാർക്ക് അവിടെ പിരിവ് നടക്കുന്നില്ല. മറ്റേ കോലാപ്പൂർ തൊട്ട് അങ്ങോട്ട് പിരിവായിരുന്നു വെളിയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് പോലീസുകാർ അവിടെ കാണുന്നിടത്തെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുക, ഫൈൻ ആക്കി അങ്ങ് വിടുക. അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല, 5000, 1000, 2000, 3000 ഇതുപോലെ തന്നെ 800 ഒക്കെ. അപ്പോൾ ഇത് ഇത് ഒന്നാമത് ഇത് ഓടുന്നത് തന്നെ വലിയ വളരെ കഷ്ടപ്പെട്ട. അപ്പോൾ ആ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ വന്നു കഴിയുമ്പം ലോറി ഓടിയാൽ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ മെച്ചം എന്നാന്നറിയോ, ഡീസലിൻ്റെ ഒരു GST നല്ലപോലെ കിട്ടും. പിന്നെ ടാക്സ്, ഇൻഷുറൻസ്, ഫാസ്റ്റാഗ്, പിന്നെ ടയറും ഡീസലാണല്ലോ ഏറ്റവും കൂടുതലുണ്ട്. ടയറിന് നല്ലൊരു ശതമാനം GST അത് സർക്കാരിലേക്ക്. ഇത് ഡീസലിന്റെ ശരിക്കും പറഞ്ഞാൽ GST അല്ല, ടാക്സ്. അതെ എല്ലായിടത്തും കിട്ടുന്നു, സ്റ്റേറ്റിനും സെൻട്രലിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇത് സർക്കാരിന് മാത്രമേ ഇതുകൊണ്ടൊക്കെ ഗുണമുള്ളൂ. നല്ലതല്ല, നമ്മളിതിൻ്റെ ഒരു നടത്തിപ്പുകാരൻ മാത്രം, അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം പോലും നമുക്ക് കിട്ടത്തില്ല. അതിൽ 10% പോലും പറയാൻ പറ്റില്ല, അതുപോലും കാണത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും കൂടെ. അതിനിടയ്ക്ക് ഇച്ചിരി ലാഭം പിടിക്കുന്നത് ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് മൈലേജ് ഒക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് ഡീസലേ കിട്ടുന്ന ലാഭമേ ഉള്ളൂ. അതെ, അതാണ് അതിനകത്ത് വേറൊരു കാര്യം. നമ്മൾ ഈ ലോറി പോകുന്നതല്ല, ഇപ്പം പല കമ്പനികളും പല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും. ചെറിയ വണ്ടി ഭയങ്കര സ്പീഡിൽ പോകുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും. പക്ഷേ ലോറി ഡീസൽ മൈലേജ് കിട്ടണം, ലോറിക്ക് ഒരു മിനിമം സ്പീഡിൽ ഒരു 45 to 55 കിലോമീറ്റർ സ്പീഡിൽ മൈലേജ് നോക്കി ഓടിച്ചാൽ മാത്രമേ ഡീസൽ മൈലേജ് കിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇപ്പം ബോംബെക്കാണ് പോയിച്ച് വരുന്നതെങ്കിൽ മൈലേജ് പിടിച്ച് വരുന്ന ഒരു ഡ്രൈവറും നോക്കാതെ പോകുന്നവരും തമ്മിൽ ഒരു 75 ലിറ്റർ 100 ലിറ്റർ ഡീസലിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അത് 100 ലിറ്റർ ഡീസൽ എന്ന് പറഞ്ഞാൽ 9500 രൂപയായി. അപ്പോൾ അത് അങ്ങനെ പോയാൽ മതി, അതിനുള്ള ഒരു സമയമുണ്ട്. പക്ഷെ അത് അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ അല്ലാതെ പോകുന്നവരുണ്ടാവും. പക്ഷേ പുതിയതായിട്ട് ആര് വണ്ടി എടുത്താലും നമ്മൾ ഡീസൽ മൈലേജ് നോക്കി ഓടിക്കണം. ആ ഓടിച്ചാൽ അതിൻ്റേതായ ഒരു ഗുണമുണ്ടാകും. അതിപ്പം ഒരു മാസം 2-3 ട്രിപ്പ് പോയാൽ ഡീസലിൻ്റെ വ്യത്യാസത്തിൽ തന്നെ 10-30,000 രൂപ ആവും. പിന്നെ ചവിട്ടി പിടിച്ച് നമ്മൾ ധൃതി വെച്ച് പോയാൽ ബസ്സൊക്കെ പോകുന്ന പോലെ അല്ല ടിപ്പർ ഓടിക്കുന്ന പോലെ ഓടിച്ചാൽ ഡീസൽ കൂടുതലാണ്. വ്യത്യാസം അല്ല വരുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി വിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും എന്നാ പറയുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുക. അതെ, അല്ല ആ ഒരു പൈസ ലാഭിക്കാം ഒന്ന്. പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. വണ്ടി വളരെ മൈലേജൊക്കെ പിടിച്ച് ഓടിച്ചാൽ ഒന്ന് ടയർ മൈലേജ്, ലൈനർ തേയ്മാനം, വണ്ടിക്കുള്ള അലച്ചിൽ എല്ലാം കുറവുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയാണ് നമ്മൾ ലോറിയും കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോറിയിൽ വ്ലോഗ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒട്ടും ഒരു കാര്യവും നമ്മൾ അശ്രദ്ധമായിട്ടല്ല ചെയ്യുന്നത്. പോകണം. ഞാൻ ഏറ്റുമാനൂർ വരെ വന്നതാ, സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. 2 ദിവസം വീട്ടിൽ നിന്ന് ലീവ് ഒന്നുമല്ലേ.
ശബരിമലയ്ക്ക് പോകാനായിട്ട്. ആ അത് ശരി. അപ്പോൾ ഇനി ഉടനെ അവിടെ ഹാജർ വെക്കണോ? ഉടനെ ഹാജർ വെക്കണ്ട, വേറെ ഇച്ചിരി പരിപാടിയുണ്ട്. എനിക്ക് ആ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സംഭവം കൊടുക്കാനുള്ളതില്ലേ, അതൊക്കെ കൊണ്ടു കൊടുക്കണം. ഇച്ചിരി പരിപാടിയുണ്ട്. ഞാൻ പോകട്ടെ. ആയിക്കോട്ടെ കേട്ടോ. അത് തന്നെയല്ല, മലയ്ക്ക് വായിച്ചു വന്നതിൻ്റെ ക്ഷീണമല്ലേ, റെസ്റ്റ് എടുക്ക് പോയി. ഇച്ചിരി ക്ഷീണം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ തവണത്തെക്കാളും കുറവായിരുന്നു. അതിനാ കാരണം എന്നറിയോ, ഞാൻ വളരെ വിശ്രമിച്ചാ പോയി. നമ്മളെപ്പോഴും ഗവൺമെന്റ് ഒക്കെ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. താഴെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ വിശ്രമിച്ച് മല കയറാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാ അവിടെ ചെന്ന് നമ്മുടെ എന്നാ പറയുന്നത് തന്തുരുസ്തി കാണിക്കേണ്ട സ്ഥലമല്ല. ശരി എന്നാ. ഓക്കെ. അതെ, ചോദിക്കാൻ മറന്നുപോയി, ശബരിമല യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ശബരിമല യാത്ര ഏറ്റവും ഞാൻ ഏകദേശം ഒരു എന്നാ പറയുക 5 വയസ്സ് തൊട്ട് പോകാൻ തുടങ്ങിയതാ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ ഒരു യാത്ര ഇതാ. കാര്യം കല്ലും മുള്ളും ഒക്കെ ചവിട്ടി പോകണമെന്ന കാരണന്മാര് പഠിപ്പിച്ചെങ്കിലും ഇത് കല്ലും മുള്ളും അല്ലായിരുന്നു, അതിലും ബുദ്ധിമുട്ടായിരുന്നു. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. സീസണിലല്ലേലും പോക്ക് വലിയ. ഞാൻ ഈ സീസണിൽ പോക്ക് മാറ്റാൻ പോകും, ഓഫ് സീസണിലേ പോവുള്ളൂ. ഒരു സെക്കൻഡേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ള വിഷമം പോട്ടെ. എന്നാന്നറിയോ, ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നത് എന്നാന്നറിയോ, ഇവർ പോയി ആ തിരുപ്പതിയിലെ ആ സിസ്റ്റം ഒന്ന് കാണണം. ഇങ്ങനെ ഒരു ഹ്യൂജ് ആൾക്കാരെ എങ്ങനെ അവർ മാനേജ് ചെയ്യുന്ന സമ്മതിച്ചു കൊടുത്തു. ഏറ്റവും വലിയ ഉദാഹരണം എന്നാന്നറിയോ, ഇപ്പൊ നമ്മള് ശബരിമല ബിസ്ക്കറ്റും കരിങ്ങാലി വെള്ളവും കൊടുക്കുന്നുണ്ട്. തിരുപ്പതിയിൽ എന്താ കൊടുക്കുന്നത് രതീഷ്? പാലും മറ്റേ പുളിയോഗ്ര എന്ന് പറഞ്ഞ ആ സാധനം, ആന്ധ്രയിൽ കിട്ടുന്ന ഒരു റൈസ് ഇല്ലേ പുളിയോഗ്ര, ആ സാധനവും പാലും കൊടുക്കുന്നത്. എന്റെ രതീഷ്, ആ ബിസ്ക്കറ്റിന്റെ കമ്പനി ഏതാന്ന് പോലും എഴുതിയിട്ടില്ല. പറയുന്നത് ശരിയല്ല, എന്നാലും പറഞ്ഞു പോവാ. ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകും, ഒരു ടേസ്റ്റും ഇല്ലാത്ത. അത് കൊടുക്കുന്നുണ്ടോ? പണ്ടൊന്നും അതും ഇല്ലായിരുന്നല്ലോ. കിട്ടിയില്ലെന്ന് ഞാൻ പറയുന്നില്ല, പണ്ടൊന്നും അതും ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു, കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു വെറും എന്നാ പറയാ വിശപ്പിന്റെ വിളി കൊണ്ട് കഴിച്ചു പോയതാ. ഒത്തിരി ക്യൂ നിന്നല്ലേ? എത്ര സമയം ക്യൂ നിന്നത് പോട്ടെ, കംഫർട്ട് സ്റ്റേഷനൊക്കെ ഇത്ര എന്നാ പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പരിസരത്ത് നിന്ന് ഒരു ആഹാരം പോലും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക്. ഇനി ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയാം, ഞാൻ അതുകൊണ്ട് പോവുക. ഞാനിത് വിഷമം കൊണ്ട് പറയുന്നത് എന്നാന്നറിയോ, അവിടെ വിശുദ്ധി സേന എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, അവരിപ്പോ ആ സ്വാമിയപ്പറോടെ വന്ന കാഴ്ച എന്നാന്നറിയോ, ഇത് അടിച്ചു വാരിയിട്ടേച്ച് സ്വാമിമാരോട് പൈസ ചോദിക്കും. ദേവസ്വം ബോർഡ് ശമ്പളത്തിന് നിർത്തിയേക്കുന്ന, അവരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണല്ലോ ഈ സംഭവിക്കുന്നത്. ഞാനോർത്ത് ഈ ഒരാളെ അങ്ങനെ ചെയ്യുന്നുള്ളൂ, വൃത്തികേടാ കാണിക്കുന്നത്, ഇതിന് ശമ്പളം കൊടുക്കുന്നില്ലേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. അവിടുന്ന് താഴെ പമ്പ വരുന്നിടം വരെ സകല വിശുദ്ധി സേനക്കാരും പൈസ ചോദിച്ചു എന്നുള്ളത്. അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കർമ്മം ചോദിക്കുന്നത് നിരോധിച്ചേക്കുന്ന സ്ഥലമാണ്. അവിടെ നല്ല യൂണിഫോം ഇട്ട് ചോദിക്കുക, ഒരു മടിയും കൂടാതെ. എന്തൊരു കഷ്ടമാണ്. അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് എല്ലാവരും അധികാരികൾ കണ്ടാൽ നല്ലതായിരുന്നു. വിഷമം കൊണ്ട് പറഞ്ഞതാണ്. സത്യ കാര്യം. ചായക്കേ അടുക്കള റെഡി ആയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഇനി അടുക്കളയിൽ പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അതെ അതെ, അതാ ഇതുവരെ സാധിക്കാത്തത്. അതെ, പക്ഷേ ചായയുടെ അടുക്കള പുറയിലാണ്, നമ്മൾ ഫ്രണ്ടിലാണ് പിടിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ പുറയിൽ അടുക്കള വെച്ചാൽ എന്നാന്ന് വെച്ചാൽ ഇത് കാലി ഓടുമ്പം ഇതെല്ലാം കുലുങ്ങി ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു പരുവാവും. കൊള്ളാമല്ലേ? അടുക്കളയ്ക്ക് ഇച്ചിരി കൂടെ ഇടയുണ്ട്, അകത്തേക്ക് ഇച്ചിരി വീതിയുണ്ട്. എന്നാ ഡ്രൈവറാ ഇതെന്നാന്ന് ചോദിച്ചത്? വന്നില്ലായിരുന്നു, അതുകൊണ്ട് അറിയത്തില്ല. അതെ, ഡിസ്കിൽ നിന്ന് ടയർ ഇളക്കുന്ന സാധനമാണ്. ട്യൂബ്ലെസ് ടയറേ ഡിസ്കിൽ നിന്ന് ഊരുന്ന. ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കണം അല്ലേ, എന്നാലേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. എങ്ങനെ ഇളക്കുന്നത്? അതിപ്പം വേണേ ഇളക്കി കാണിക്കുക. അതൊക്കെ ഒരു ബാലൻസാണ്. അതിങ്ങനെ എയർ കളഞ്ഞ വെച്ചാൽ സൈഡിലോട്ടിട്ട് ഇങ്ങനെ വെക്കിയിട്ട് ഡിസ്കിന് ഇടയ്ക്കോട്ടിട്ടിട്ട് ഇറങ്ങി പൊക്കിയെടുക്കും. അതിൻ്റെ മെയിൻ ആളപ്പുറം നിൽപ്പുണ്ട്. അപ്പോൾ അത് ചായയുടെ അടുക്കളയുടെ ലാസ്റ്റ് അവസാന മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഉണ്ണിയിപ്പം വന്നായിരുന്നു. ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇല്ല, അവിടെ വരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു പോയി. കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. നിനക്ക് എന്തിനാടാ അടുക്കള ഈ റൊട്ടി ഉണ്ടാക്കുന്നത് കഴിക്കുന്നത്? നിനക്ക് അല്ല, ഇതെന്തിനാന്നറിയോ, നമ്മളിവിടുന്ന് ഒരു മീൻകറി വെക്കുക, അതൊരു 3-4 ദിവസത്തേന് ഇരുന്നോളൂ. ബാക്കി കടയിൽ നിന്ന് റൊട്ടി മേടിച്ചാൽ മാത്രം മതി. എന്ത് ലാഭം ഉണ്ടെന്നറിയോ? സമയലാഭവും. അടുക്കളയിൽ ഒരാളെയും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെയും കൂടെ നോക്കിക്കോ, എളുപ്പമുണ്ട്.
നോട്ടം മാത്രമേ നടക്കുന്നുള്ളൂ. നോട്ടം മാത്രമേ നടക്കുന്നുള്ളൂ. ആവശ്യമില്ലാത്തോണ്ടാ. ഇപ്പം നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെ ഒരാളുടെ കൂടെ കാര്യം നോക്കും? അതിനാ ഒരാളെയും കൂടെ കൂട്ടാൻ പറഞ്ഞേ. അപ്പൊ നോക്കിയോളൂ. അല്ല, രണ്ടുപേരും കൂടെ വിദൂരതയോട് നോക്കിയിരിക്കുക അല്ലേ? അതൊക്കെ രണ്ടുപേരും കൂടെ തീരുമാനിച്ചോളൂ അല്ലേ? ക്ഷീണമാണല്ലോ. ക്ഷീണമാ. കഴിഞ്ഞ ദിവസം മലയ്ക്ക് ശബരിമലയ്ക്ക് പോയതിൻ്റെയാണോ? അതിന്റെ ക്ഷീണം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട്? ഒന്നും പറയണ്ട. തിരക്കായിരുന്നോ? ഞാൻ എന്റെ ജീവിതത്തിൽ പോയിട്ട് ഇതുപോലെ നരകിക്കുകയും ഇത്രയും ഫെസിലിറ്റി ഇല്ലാതെയും പോയിട്ടില്ല. ഞാൻ വെറും തറയില് അതിനകത്ത് ഇരിക്കേണ്ടിയും വന്ന് കിടക്കേണ്ടിയും വന്നു. ഇത്രയും മോശം സ്ഥലത്ത് ഒന്നും പറയണ്ട. തിരക്കോ? ഭയങ്കര തിരക്കും. 11 മണിക്കൂറോളം ഞങ്ങൾ ഏകദേശം ക്യൂ നിന്നു. എന്നിട്ട് നല്ലതായിട്ട് തൊഴാൻ പറ്റിയോ അതുമില്ല. കയറി ചെല്ലുന്നതിന് ഇപ്പം ഇവിടെ നിന്ന് തത്തിച്ചങ്ങ് വിടുക. അയ്യപ്പനെ കണ്ടുമില്ല. ശരിക്കും കാണാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ സീസണിൽ പോകുന്ന പരിപാടി ഞാൻ നിർത്തി. കോലൊട്ടി ചിന്നിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞാൻ ഓർത്താ വേണ്ടത്. പക്ഷെ അന്നേരം നല്ലതായിട്ട് തൊഴാൻ പറ്റുമായിരുന്നു. ഈ പ്രാവശ്യം കൊണ്ട് ഇനി ഇല്ല. 11 മണിക്കൂർ ക്യൂ നിന്നോ? 11 മണിക്കൂർ വന്നു. 8 മണിക്ക് കയറിയിട്ട് ഞങ്ങൾ 5 മണി 5:30 എങ്ങാണ്ടായി കന്യാർത്തി. വൈകിട്ട് 8 മണിക്ക് കയറിയിട്ട് വൈകിട്ട് 8 മണിക്ക് പമ്പയിൽ നിന്ന് കയറിയിട്ട് വെളുപ്പിനെ 5 മണിക്ക്. നിന്നും നടന്നും മടുത്തുനിന്ന്. പോലീസുകാരുടെയൊക്കെ സമീപനം എന്ന് പറഞ്ഞാണല്ലോ കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ തിരക്കിനൊക്കെ എന്നാ ചെയ്യും? നിങ്ങൾക്ക് പുതിയ ട്രിപ്പ് വല്ലതും പോയോ? ഞങ്ങളുടെ മെയിൻ ആളെ വർക്ക്ഷോപ്പിൽ കയറ്റിയേക്കുമല്ലായിരുന്നോ? അതുകൊണ്ട് ഇതുവരെ പുതിയ ട്രിപ്പൊന്നും ആയില്ല. പ്ലാൻ ചെയ്തില്ല ഞങ്ങള്. മെയിൻ ആള് വർക്ക്ഷോപ്പിൽ കയറുന്നതിന് ഇപ്പം മെയിൻ ഡ്രൈവർ ഒന്നും കയറിയില്ലായിരുന്നു. എന്റെ ഇതും മാറിയില്ല. നീ ഇപ്പൊ എത്ര ട്രിപ്പ് വെച്ചു? ഞാൻ 3. അപ്പൊ അടുത്ത ദിവസം ഇനി റെസ്റ്റ് ഇല്ല. മലയ്ക്ക് പോകാൻ വേണ്ടി ഒരു 2 ദിവസം റെസ്റ്റ് എടുത്താ. ഇനി റെസ്റ്റ് ഇല്ല. നീ ഇങ്ങ് പോയിക്കൊണ്ടിരിക്കുക. EMI ഒക്കെ അടച്ചോ? ആദ്യത്തെ ഒരെണ്ണം അടച്ചു. ബാക്കി 3 പലിശ മാത്രമല്ലേ ഉള്ളായിരുന്നു. ഇപ്പം ഫുൾ ഒരെണ്ണം അടഞ്ഞു. ഇനിയും കിടക്കുന്നു 79. അല്ല എത്ര? ഇനി എത്ര? അത് തന്നെ 84. ഇനി 83 എണ്ണം കൂടെ ഉണ്ട്. പക്ഷെ അത് 46 കൊണ്ട് തീർക്കണം. അങ്ങനെ നിൽക്കുന്നേ. അതനുസരിച്ച് കാര്യങ്ങൾ ശമ്പളം കൂടെ കൂട്ടി അടയ്ക്കണം. അതേ നടക്കുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് പോലെ ഇവരെ വിടണോ എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അത് നേരാണല്ലോ. ഒരു സബ് കൊടുത്താലോ? അല്ല, സൂര്യാണെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. ആണോ? വീട്ടിൽ നിന്ന് മടുത്തിരിക്കുവല്ലേ? എന്നാ ഒരു കാശ്മീർ വിട്ടാലോ? അവിടെ ഇലക്ട്രീഷ്യൻ ഓൺ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അതെ, ഇവിടുന്ന് ഓടിക്കും ഇപ്പൊ. സമയം അതിക്രമിച്ചതുകൊണ്ടാ. അതെ, എന്നാ പിന്നെ നമുക്കിനി പോവാല്ലേ? അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം. നാളെ കാണോ നാളെ കഴിഞ്ഞ് കാണോ ഒന്നും അറിയത്തില്ല. എന്നാ വെള്ളിയാഴ്ച ശനിയാഴ്ച അല്ല അതിന്റെ ഒപ്പം ഒരു ലോഡ് ഇവരെ കയറ്റി പോകാം. ഇവരെ കൂടെ കയറ്റി വിട്ടേക്കാം. എന്നാ പോയേക്കാം. ഇപ്പൊ അടുക്കളയായി, 2 വണ്ടിയിലും അടുക്കളയായി.